ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബിഗ് ബോസിനുള്ളിൽ ചിലരുടെ ഓരോ മനോഭാവത്തിൻ്റെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. മോർണിംഗ് ടാസ്കിൽ നമ്മളുടെ അനീഷിന് ഭയങ്കരമായിട്ട് വയ്യാന്ന് പറയുന്നുണ്ട്. അനീഷ് അങ്ങനെ കള്ളം പറയുന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. അനീഷിന് വയ്യെങ്കിൽ മാത്രമേ അനീഷ് അങ്ങനെ വയ്യാന്ന് പറയൂ. പിന്നെ ഇനി ചിലപ്പോൾ എല്ലാവരുടെ പറഞ്ഞിട്ടൊരു അറ്റൻഷൻ കിട്ടാനാണോ എന്നും അറിയാനൊക്കത്തില്ല. എന്നാലും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ അനീഷിന് വല്ലാതെ പെയിൻ ആയിട്ടുണ്ടത്. അപ്പോൾ അതുകൊണ്ടാവാം അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്ര ഓക്കെ അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഈ പറഞ്ഞ കൂട്ട് അനീഷ് പറയണമെന്നും പറഞ്ഞ് അവിടെ ബഹളം വെക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടെന്ന് പറയുന്നുണ്ട്. അതിൽ അനുമോൾ മാത്രമാണ് അനീഷിൻ്റെ പക്ഷം ചേർന്ന് അനീഷ് ചേട്ടനെന്ന് ഇപ്പോൾ പറയണ്ട എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിന്നത്. പക്ഷേ അനീഷ് പറയാൻ നിർബന്ധിതനായി. അനീഷ് പറയുകയും ചെയ്തു. അവിടെ വന്നിട്ടുള്ള എല്ലാവരെക്കാട്ടിലും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അനീഷ്, ക്വാളിഫൈഡാണ്. അതുപോലെ തന്നെ ഇന്ന് പണിപ്പുര ടാസ്ക് നടന്നു. പണിപ്പുര ടാസ്കിനകത്ത് അവർ 5 പേര് കയറി അവർക്ക് കണ്ണ് മൂടി കെട്ടിക്കൊണ്ടുള്ളൊരു ടാസ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. ആ കണ്ണ് മൂടി കെട്ടിക്കൊണ്ട് അവിടുന്ന് ആവശ്യത്തിനുള്ള ആദ്യം അതെല്ലാം നോക്കാം. അത് കഴിഞ്ഞിട്ട് 20 സെക്കൻഡിനുള്ളിൽ കണ്ണ് മൂടി കെട്ടിക്കൊണ്ട് അതിനകത്തും സാധനങ്ങൾ എടുത്തോണ്ടിറങ്ങണം. അപ്പോൾ ഇന്ന് അവർക്ക് കിട്ടിയ ചെറിയ ബോംബുകളാണ്. ചെറിയ ബോംബുകളെന്ന് പറയുമ്പോൾ ഇപ്പുറത്തുള്ള ഹൗസിലുള്ള അംഗങ്ങൾക്ക് ചെറിയ പണിയാണെന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ചെറിയ പണി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും 2 പേരെ മിണ്ടാതിരിക്കാൻ അവർക്ക് ചൂസ് ചെയ്യാം. അതിനകത്ത് അവർ ചൂസ് ചെയ്ത് നെവിനെയാണ്. നെവിൻ ക്യാപ്റ്റനാണല്ലോ, അതുകൊണ്ടായിരിക്കും അവർ നെവിനെ ചൂസ് ചെയ്ത്. രണ്ടാമത് പിന്നെ ജിസയിൽ നിന്നും അനുവിൽ നിന്നും ആരെങ്കിലും ചേരുംപടി ചേർക്കാന്നുള്ള ആ ഒരു ടാസ്കിൻ്റെ ഫലമായിട്ട് അതിൽ ഉൾപ്പെട്ടവരായിരുന്നല്ലോ അനുവും ജിസയിലും. അപ്പോൾ അതിൽ നിന്നൊരാളെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ നിന്നൊരാളെ ഇവർ ചൂസ് ചെയ്ത് അനുമോളെയാണ്. അപ്പോൾ ഇവർ 2 പേരും നല്ല ഗെയിമേഴ്സാണ്, നല്ല ഫണ്ണി ഗെയിം കളിക്കാൻ കഴിവുള്ളവരാണ്. അതിൽ അനുമോളെ പക്ഷേ ഇവർ ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി അപ്പാനി ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് അങ്ങ് ഹരാസ് ചെയ്യുന്നത് പോലെ പിന്നാലെ നടന്ന് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അനുമോൾ ഇരിക്കുന്നിടത്ത് നിന്നും നിൽക്കുന്നിടത്ത് നിന്നും അനുമോളുടെ ഒരു ഡോളുണ്ടല്ലോ, അതിനെ പിടിച്ചിട്ടാണല്ലോ നടക്കുന്നത്. അതിനെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുകയും അനുമോളിങ്ങനെ കളം വരച്ചിട്ട് എന്തോ ഇങ്ങനെ കാണിക്കുകയും അപ്പാനി അതുപോലെ തന്നെ കാണിക്കുക. അങ്ങനെ കുറച്ച് ഫണ്ണി എലമെൻസ് ഉണ്ട്, പക്ഷേ കുറച്ച് ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള എലമെൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പോടാമെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ഫണ്ണി എലമെൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ലൈവിൽ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അനുമോളെ അപ്പാനി ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അനുമോൾ ഉള്ളുകൊണ്ട് എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ പ്ലീസ്. ലൈക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് കൂടിയേ കഴിയൂ പ്ലീസ്.